കോഴിക്കോട് മാമി തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. നൃപൻ ചക്രവർത്തിയുണ്ട്. നൃപൻ, വിശദാംശങ്ങൾ. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിട്ടുള്ള മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ട് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടിട്ടുള്ളത്. ADGPക്ക് ക്രൈംബ്രാഞ്ചിന്റെ ADGPക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഇത് അന്വേഷിക്കണമെന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ ഈ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുടുംബം പരസ്യമായി രംഗത്തെത്തിയിരുന്നു. PV അൻവർ MLAയും മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലും പരസ്യമായി നൽകിയ പ്രതികരണങ്ങളിലും പോലീസിന്റെ അന്വേഷണത്തിലെ കെടുകാര്യസ്ഥതയാണ് മാമിയെ കണ്ടെത്താനാകാത്തത് എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാകാം അടിയന്തരമായി അന്വേഷണത്തിലേക്ക് പോകുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2023 ഓഗസ്റ്റ് 22-നാണ് മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതാകുന്നത്. കോഴിക്കോട്ട് YMCA ക്രോസ് റോഡിലുള്ള നക്ഷത്ര അപ്പാർട്ട്മെന്റിൽ നിന്ന് ഓഗസ്റ്റ് 21-ന് മുഹമ്മദ് അട്ടൂർ പുറത്തേക്ക് വരുന്നു. ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇറങ്ങിയ ശേഷം 21-ന് അദ്ദേഹം വീട്ടിൽ നിന്ന് ഈ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങുന്നു. 22 ഉച്ചവരെ അത്താളിപ്പറമ്പ് തലത്തൂർ കളത്ത് ഭാഗത്തുള്ളതായി അന്നത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം എവിടേക്ക് പോയി എന്ന കാര്യത്തിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കെടുകാര്യസ്ഥതയുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ പോലീസ് മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു. ഒപ്പം തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ സമീപ ദിവസങ്ങളിലാണ് PV അൻവറും ഈ വിഷയം ഏറ്റെടുത്തത്. ഈ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുടെ തിരോധാനത്തിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, വലിയ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി കേസ് അന്വേഷിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിരോധാന കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതിൽ പൂർണ്ണമായി സ്വാഗതം ചെയ്ത് കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. CBI അന്വേഷണത്തിൽ അന്വേഷണം ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടു എങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകില്ല എന്നും കുടുംബം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പ്രതികരണമായി വന്നിട്ടുള്ളത്. കോഴിക്കോട് മാമി തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.